ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബോംബലോണാണ്, ഒരു ഇറ്റാലിയൻ ഡോണറ്റാണ്. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഞ്ഞ് കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഓർഡറായിട്ട് വന്നത്. അപ്പോൾ ഇത് റെസിപ്പി ആയിട്ട് തന്നെ ചെയ്തിടാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലും അതുപോലെ തന്നെ മെൽറ്റ് ചെയ്ത ബട്ടറും ഒരു 3 ടേബിൾ സ്പൂൺ പ്ലസ് ഒരു 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു മുട്ടയും ഈസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് എന്താ പറയുക നന്നൊന്ന് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ അളവ് പറയാതെ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ അതിലൊന്നും അലിഞ്ഞു വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിലേക്ക് തന്നെ ഞാൻ മൈദയും ഉപ്പും കൂടി ചേർത്ത് വെച്ചിരുന്ന മൈദ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്തെടുക്കാം. ഇതിൽ കുഴച്ചെടുക്കാൻ പറഞ്ഞാൽ സാധാരണ ഞാനൊരു മിക്സിയിലെ ജാറിൽ തന്നെയാണ് എല്ലാം ഇതിന് നമ്മളെന്താ പറയുക ഡൗവൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ജാറുണ്ടല്ലോ, അതിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇന്നെന്തോ ഈ കയ്യിൽ ചെയ്ത അത്രയും സോഫ്റ്റായി വരുമെന്ന് അറിയാനുള്ളൊരു എന്താ പറയുക അങ്ങനെ ഒരു ഇതിൽ ചെയ്ത് കയ്യിൽ തന്നെ ചെയ്യാൻ എത്ര സോഫ്റ്റായി വരുന്നുണ്ടോ, മിക്സിയിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണോ അതോ കയ്യിൽ വരുമ്പോഴത്തേക്കും രണ്ട് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ തന്നെയാണ് നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 2-2.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പിന്നീട് കിട്ടിയ ഒരു ഡൗ ആണ് ഇത്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത്തിരി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ബട്ടർ കൂടി കയ്യിലൊന്ന് തേച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് എന്താണ് എളുപ്പത്തിന് അല്ലെങ്കിൽ പീസൊക്കെ കണക്കാക്കി എടുക്കാൻ വേണ്ടി സാധാരണ ഞാൻ ഡോണറ്റ് ചെയ്യുമ്പോഴിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ചെറിയ പീസ്, അതായത് ഓർഡറിനുള്ളത് ഇത്തിരി വലിയ പീസായിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മക്കൾക്കുള്ളത് തീരെ കുഞ്ഞായിട്ടാണ് എടുത്തത്, അത്ര വലുതായിട്ടല്ല എടുത്തത്. പുറത്ത് കൊടുക്കാനുള്ളത് അത്യാവശ്യം വലുപ്പത്തിനാണ് എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല വലിയൊരു ഉരുളയാക്കി എടുക്കാം. നമ്മൾ സാധാരണ ഡോണറ്റും ചെയ്യുന്ന പോലെ നടുവിലുള്ളൊരു ഹോളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇതല്ലാതെ ഒരു ബോൾ പോലെ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലിലോട്ട് ഇട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. പക്ഷേ ഇതിൽ പാത്രം കണ്ടിട്ട് എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിൽ വെച്ചത്. മറ്റേതാകുമ്പോഴത്തേക്കും നമ്മളൊരു വേറൊരു പാനിലൊക്കെ എടുക്കുമ്പോഴേക്കും അത്യാവശ്യം ഒരുപാട് ഓയിൽ വേണ്ടി വരും. അതൊരു ഇപ്പോഴത്തെ എണ്ണയുടെയൊക്കെ വില വെച്ചിട്ട് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് എണ്ണ. അപ്പോൾ അതാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കൂടുതലായിട്ട് കിടക്കത്തില്ലേ. അതിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൊടിച്ച പഞ്ചസാര ഒന്ന് പുറത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തു, പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. സ്പ്രെഡിൻ്റെ കൂടെ തന്നെ ഉള്ളിലായിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഞാൻ ഗനാശയാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റ് വീഡിയോ കിട്ടിയിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി താഴെ കൊടുക്കുന്നുണ്ട്. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.